നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് അഡ്രസ് ബൈൻഡിങ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ അഡ്രസ് ബൈൻഡിങ് എന്നുള്ള ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ്, ആക്സസ് ടൈം, കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് അല്ലേ. ഇത് മൂന്നും കൂടി സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ മെമ്മറി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് യൂസ് ചെയ്തു. അതിൽ ആക്സസ് ടൈം കൂടുതലുള്ളത് നമ്മുടെ പ്രൈമറി മെമ്മറിക്കും രജിസ്റ്റേഴ്സിനും ക്യാഷ് മെമ്മറിക്കൊക്കെ ആക്സസ് ടൈം കൂടുതലാണ്, അതുകൊണ്ട് അത് സി പി യുനകത്താണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി സൈസ് ഏറ്റവും കൂടുതലുള്ളത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലാണ്. പക്ഷേ നമുക്കൊരു ഡാറ്റ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നിന്നുകൊണ്ട് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെന്തിലേക്ക് കൊണ്ടുവരണം? നമ്മുടെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലുള്ള ഡാറ്റയ്ക്ക് നമ്മുടെ സി പി യു കൊടുത്തിരിക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ലോജിക്കൽ അഡ്രസ്സ്. ഇനി ഫിസിക്കൽ മെമ്മറിയിൽ കിടക്കുമ്പോൾ അതിനുള്ള അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ്. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്കുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്രസ് ബൈൻഡിങ് എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, ഈ പ്രോസസ്സ്, അതായത് നമ്മുടെ ഡാറ്റ ട്രാൻസിഷൻ, അതായത് ഫിസിക്കൽ അഡ്രസ്സിൽ നിന്ന് ലോജിക്കൽ അഡ്രസ്സിലേക്കുള്ള അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ദെൻ അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സി പി യു ജനറേറ്റഡ് ലോജിക്കൽ അഡ്രസ് ഈസ് ബൈൻഡഡ് വിത്ത് ഫിസിക്കൽ അഡ്രസ്. സി പി യു ജനറേറ്റ് ചെയ്തിരിക്കുന്ന ലോജിക്കൽ അഡ്രസ്സിനായിട്ട് എന്ത് ബൈൻഡ് ചെയ്യുന്നു? ഒരു ഫിസിക്കൽ അഡ്രസ്സ് ബൈൻഡ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് MMU, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു ഹാർഡ്വെയർ ഡിവൈസ് ഉണ്ട്. ദാറ്റ് ഹാർഡ്വെയർ ഡിവൈസ് ഈസ് കോൾഡ് MMU, ദാറ്റ് ഈസ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻ അപ്പോൾ എന്തായിരിക്കും? ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്രസ് ബൈൻഡിങ് എന്നുള്ള പ്രോസസ്സിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് MMUൻ്റെ ഏറ്റവും വലിയ ഒരു ഫങ്ഷൻ. MMU ചെയ്യേണ്ട ഒരു ജോബ് അതാണ്. ഓക്കെ, ഇനി മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് ദ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് OS ആണ്. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചെയ്യുന്നത് OS വിൽ ഹാൻഡിൽ ദ പ്രോസസ് ആൻഡ് process and move the process between the disk and memory for the execution. അതായത് ട്രാൻസ്ഫോർമേഷൻ പ്രൈമറി മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലേക്കും അതേപോലെ തന്നെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനും ചെയ്യുന്നത് നമ്മുടെ ഈ MMU എന്ന് പറയുന്ന ഡിവൈസാണ്. ഇറ്റ് കീപ്സ് ട്രാക്സ് യൂസ് ആൻഡ് യൂസ്ഡ് മെമ്മറീനെ ട്രാക്ക് ചെയ്യാനും ട്രാക്ക് ഓഫ് അവൈലബിൾ ആൻഡ് യൂസ്ഡ് ഫോർ മെമ്മറി യൂസേജിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് MMU എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഹാർഡ്വെയർ ഡിവൈസാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി എന്നുള്ളത് നമുക്ക് നമ്മൾ പറഞ്ഞ ലോജിക്കൽ അഡ്രസ്സ് സി പി യു ജനറേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിയിലുള്ള അഡ്രസ്സാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് സി പി യു ജനറേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് 346. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ 346 എന്ന് പറഞ്ഞ അഡ്രസ്സ്, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. ഇപ്പോൾ ഈ 346 എന്ന് പറഞ്ഞ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഡാറ്റേനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും 346 അല്ല കിട്ടുക. പകരം എന്താണ് കിട്ടുക? അത് MMU ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ അഡ്രസ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണ് ഈ ജനറേഷൻ പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, MMU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്, യൂസ്ഡ് ഫോർ ദ അഡ്രസ് ബൈൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. അപ്പോൾ ഈ സി പി യു ജനറേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് 346 ആണ്. പക്ഷേ നമ്മുടെ ഈ പ്രോസസ്സ് MMUനകത്ത് ഒരു റീലൊക്കേഷൻ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഈ റീലൊക്കേഷൻ രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആ റീലൊക്കേഷൻ രജിസ്റ്ററിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 14,000 ആണെന്ന് വിചാരിക്കുക. ഈ റീലൊക്കേഷൻ രജിസ്റ്റർ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്പേസ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 14,000 ആണ്. ഓക്കെ, അപ്പോൾ റീലൊക്കേഷൻ രജിസ്റ്റർ ക്രിയേറ്റ് ഉള്ള വാല്യൂ 14,000ഉം നമ്മുടെ ലോജിക്കൽ അഡ്രസ്സിലുള്ള 346 കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ അഡ്രസ്സ്, ഒരു സ്റ്റോറേജ് സ്പേസ് എടുക്കും ഇൻ മെയിൻ മെമ്മറിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് എടുക്കും. ദാറ്റ് ഈസ് 14,346. ഈ ഒരു സ്പേസിലായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രോസസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ കിടക്കുന്നത്.
അപ്പോൾ ഈ ഒരു മെത്തേഡിനാണ് അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും കൂടി കൂട്ടിയിട്ട് റീലൊക്കേഷൻ രജിസ്റ്റർ MMUയിൽ വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് ലോജിക്കൽ അഡ്രസ്സും റീലൊക്കേഷൻ രജിസ്റ്ററും കൂടി ആഡ് ചെയ്തിട്ട് MMU ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ അഡ്രസ്സിനെയാണ് നമ്മൾ അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഡാറ്റേനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ട് ആക്സസ് ചെയ്താൽ മതി? ഈ 14,346 അതായത് MMU ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെമ്മറി അഡ്രസ്സിലായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു CPU ജനറേറ്റ് ചെയ്തിരിക്കുന്ന ലോജിക്കൽ അഡ്രസ്സ് 346 ആണ്. ദെൻ MMU ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബേസ് രജിസ്റ്റർ 14,000 ആണ്. അല്ലെങ്കിൽ റീലൊക്കേഷൻ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബേസ് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്തത് 14,000 ആണ്. ദെൻ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14,346 ആണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ ഈ റീലൊക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ ടൈം ആണ്. അതായത് ഓരോ പ്രാവശ്യം ഓരോന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു, അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിച്ചോ. പിന്നീട് വീണ്ടും നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് റീലൊക്കേഷനിലുള്ള വാല്യൂ, റീലൊക്കേഷൻ രജിസ്റ്ററിലുള്ള വാല്യൂ വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഫിസിക്കൽ അഡ്രസ്സ് ചേഞ്ച് ആവും. ദ യൂസർ പ്രോഗ്രാം നെവർ സീസ് ദ റിയൽ ഫിസിക്കൽ അഡ്രസ്സ്. ഒരിക്കലും ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് ഒരിക്കലും എന്തിന് കിട്ടില്ല? യൂസർ പ്രോഗ്രാമിന് കിട്ടില്ല. പക്ഷേ CPU രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു 346 എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടാണ് എല്ലാ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ ഒരു ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോന്നായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അഡ്രസ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. അഡ്രസ് ബൈൻഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് മാപ്പിംഗ് വൺ ഫ്രം one address space to another address space. Logical address is an address generated by the CPU during execution, and whereas the physical address refers to the locations in the memory unit. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിംഗ് ഫ്രം വൺ അഡ്രസ് സ്പേസ് ടു അനദർ അഡ്രസ് സ്പേസ്. ലോജിക്കൽ അഡ്രസ് സ്പേസിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ് സ്പേസിലേക്കുള്ള മാപ്പിങ്ങിനെയാണ് അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ദെൻ ലോജിക്കൽ അഡ്രസ്സ് വന്ന് CPU ജനറേറ്റ് ചെയ്യുന്നതാണ്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി യൂണിറ്റിനകത്തുള്ള അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ വരുന്ന അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ്. ലോജിക്കൽ അഡ്രസ്സ് എന്ത് ചെയ്യും? അണ്ടർഗോസ് ട്രാൻസ്ലേഷൻ ബൈ MMU. ലോജിക്കൽ അഡ്രസ്സിനെ MMU എന്ത് ചെയ്യും? ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും ബൈ യൂസിങ് എന്തായിരുന്നു? റീലൊക്കേഷൻ രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരു അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ അഡ്രസ്സാണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിൽ ഡാറ്റ സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്രസ് ബൈൻഡിങ് എന്താന്ന് പറഞ്ഞു. അഡ്രസ് ബൈൻഡിങ് 3 തരത്തിൽ ചെയ്യാൻ പറ്റും: കമ്പൈൽ ടൈം, ലോഡ് ടൈം ആൻഡ് എക്സിക്യൂഷൻ ടൈം. ഇങ്ങനെ 3 തരത്തിലാണ് അഡ്രസ് ബൈൻഡിങ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് കമ്പൈൽ ടൈം. കമ്പൈൽ ടൈം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഫിസിക്കൽ അഡ്രസ്സ് അറിയാമെന്നുണ്ടെങ്കിൽ, എവിടെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രോസസ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് അബ്സല്യൂട്ട് അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയാണ് ആ പ്രോഗ്രാം റിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് അബ്സല്യൂട്ട് അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സ്മോൾ ഡിവൈസസിലൊക്കെ ചിലപ്പം അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ആ പറ്റുന്ന പ്രോസസ്സിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ കമ്പൈൽ ടൈമിൻ്റെ ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സിങ് വെരി സ്പീഡായിരിക്കും. കാരണം ഈ ഒരു അഡ്രസ് ബൈൻഡിങ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി അവിടെ ചെയ്യണം. അബ്സല്യൂട്ട് അഡ്രസ് എന്നുള്ള ഒരു ഡാറ്റ ഓൾറെഡി നമ്മളവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അഡ്രസ് ബൈൻഡിങ്ങിൻ്റെയും ഇതിൻ്റെയും ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് എക്സിക്യൂഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കമ്പൈൽ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഈ അഡ്രസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ the entire program is crashes and it becomes necessary to recompile the program to change the address space. നമ്മളത് വീണ്ടും റീകമ്പൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീണ്ടും ആ പ്രോഗ്രാമിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ പ്രോഗ്രാം എന്തായിരിക്കും? യൂസ്ലെസ് ആയിട്ട് മാറും.
ലോഡ് ടൈം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പൈൽ ടൈമിൽ എന്തായിരുന്നു, നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സ് ഓൾറെഡി നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രമായിരുന്നു കമ്പൈൽ ടൈം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് അറിയില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് നോൺ അറ്റ് ദ കമ്പൈൽ ടൈം വേർ ദ പ്രോസസ് വിൽ റിസൈഡ്, എവിടെയാണ് പ്രോസസ്സ് റിസൈഡ് ചെയ്തത്, എവിടെയാണ് ആ അഡ്രസ്സ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റീലൊക്കേറ്റബിൾ അഡ്രസ്സാണ് ജനറേറ്റ് ചെയ്യുക. കമ്പൈൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജനറേറ്റഡ് ഡയറക്റ്റ്ലി ദ അബ്സല്യൂട്ട് അഡ്രസ്, അബ്സല്യൂട്ട് അഡ്രസ്സിനെയാണ് ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ലോഡ് ടൈമിൽ നമുക്ക് അഡ്രസ്സ് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ റീലൊക്കേറ്റബിൾ അഡ്രസ്സാണ് ഫസ്റ്റ് ലോഡ് ചെയ്യുക. എന്നിട്ട് ദ ലോഡർ ട്രാൻസ്ലേറ്റ് ദ റീലൊക്കേറ്റബിൾ അഡ്രസ് ടു ആൻ അബ്സല്യൂട്ട് അഡ്രസ്, ലോഡർ എന്ത് ചെയ്യും, ഈ റീലൊക്കേറ്റബിൾ അഡ്രസ്സിനെ അബ്സല്യൂട്ട് അഡ്രസ് ആക്കിയിട്ട് മാറ്റും. ദ ബേസ് അഡ്രസ് ഓഫ് ദ പ്രോസസ് ഇൻ മെയിൻ മെമ്മറി ഈസ് ആഡഡ് ടു ഓൾ ലോജിക്കൽ അഡ്രസ് ബൈ ദ ലോഡർ ടു ജനറേറ്റ് ആൻ അബ്സല്യൂട്ട് അഡ്രസ്. ഈ ബേസ് അഡ്രസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ബേസ് അഡ്രസ്സ് എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലുള്ള ബേസ് അഡ്രസ്സ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സുകളിലെ എല്ലാ പ്രോസസ്സുകൾക്കും ആ ഒരു ബേസ് അഡ്രസ്സ് ലോഡ് ചെയ്യും ടു ജനറേറ്റ് ആൻ അബ്സല്യൂട്ട് അഡ്രസ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഒരു 10 ലൈനുള്ള ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. ഈ 10 ലൈനുള്ള പ്രോഗ്രാമിൽ ഇപ്പോൾ 3000 എന്ന് പറയുന്ന ലൊക്കേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 3001, 3002 അങ്ങനെ 10 വരെയുള്ള അഡ്രസ് ബേസിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ബേസ് അഡ്രസ്സ് 3000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി 10 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ബേസ് അഡ്രസ്സ് എന്ത് ചെയ്യും, എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനോടും കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ 3000 എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 3000+1 ആണ് 3001 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ആഡ് ആവുന്നത്. 3000+2 ആണ് ബേസ് അഡ്രസ്സ് 3000 ആണ്. അത് ഓരോ പ്രോസസ്സിലേക്കും ഓരോ സ്റ്റേറ്റ്മെൻറ്റിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ബേസ് അഡ്രസ് ഈസ് ആഡഡ് ടു ഓൾ ദ എന്താ പറഞ്ഞത്, ആഡഡ് ടു ഓൾ ലോജിക്കൽ അഡ്രസ് ബൈ ലോഡർ ടു ജനറേറ്റ് ദ അബ്സല്യൂട്ട് അഡ്രസ്. ഓരോന്നിൻ്റെയും അബ്സല്യൂട്ട് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാറ്റിനോടും കൂടി ബേസ് അഡ്രസ്സ് ആഡ് ചെയ്യും. ഇൻ ദിസ് ഇഫ് ദ ബേസ് അഡ്രസ് ഓഫ് ദ പ്രോസസ് ചേഞ്ചസ് ദെൻ വി നീഡ് ടു റീലോഡ് ദ പ്രോസസ് അഗെയിൻ. ഇപ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ബേസ് അഡ്രസ്സ് ഉണ്ടായിരിക്കുക. നമ്മൾ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വേറൊരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ ബേസ് അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, റീലൊക്കേഷൻ MMUയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അതാണ് ബേസ് അഡ്രസ്സ് കേട്ടോ. അപ്പോൾ ആ ഒരു അഡ്രസ്സ് വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് പുതിയ പുതിയ എന്ത് ചെയ്യും, ബേസ് അഡ്രസ്സ് അബ്സല്യൂട്ട് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ, അതായത് മിംഗ്ലിങ് പ്രോസസ്സ് തമ്മിലുള്ള ക്രാഷസ് കുറയും. പക്ഷേ ഇത് ടൈം എടുക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. എക്സിക്യൂഷൻ ടൈമാണ്. എക്സിക്യൂഷൻ ടൈമിലും നമ്മളെ ലോഡ് ടൈമിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അഡ്രസ്സ് നേരത്തെ അറിയില്ല. നമ്മൾ ആദ്യം റീലൊക്കേറ്റബിൾ അഡ്രസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റീലൊക്കേറ്റബിൾ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് റീലൊക്കേറ്റബിൾ അഡ്രസ്സാണ് ക്രിയേറ്റ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് അബ്സല്യൂട്ട് അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് എക്സിക്യൂഷൻ ടൈമിൽ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അഡ്രസ് ബൈൻഡിങ് നടക്കുന്നത് എക്സിക്യൂഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അഡ്രസ് ബൈൻഡിങ് നടക്കുന്നത്. ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഇൻ മെമ്മറി ആൻഡ് ആർ ബീയിങ് പ്രോസസ്ഡ് ബൈ ദ CPU. അഡീഷൻ മെമ്മറി മേ ബി അലോക്കേറ്റഡ് ആൻഡ് ഡി അലോക്കേറ്റഡ് അറ്റ് ദിസ് ടൈം. എക്സിക്യൂഷൻ ടൈമിൽ മാത്രമാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഇഫ് എ പ്രോസസ് can be moved from one memory to another during execution. ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈമിലാണ് പ്രോസസ്സിനെ ലോഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ബൈൻഡിങ്ങും ഒക്കെ ചെയ്യുന്നത് എക്സിക്യൂഷൻ ടൈമിലാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.